തമിഴ്നാട് തിരുവണ്ണാമലയിലെ VOC നഗർ മേഖലയിൽ വൻ ഉരുൾപൊട്ടൽ. നിരവധി വീടുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ്. 5 കുട്ടികളടക്കം 7 അംഗ കുടുംബം മണ്ണിനടിയിൽ അകപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും PJ അരുണുണ്ട്. PJ അരുൺ, വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. തമിഴ്നാട് തിരുവണ്ണാമലയിലെ VOC നഗർ മേഖലയിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളൊക്കെ കുടുങ്ങിയ നിലയിലാണ്. എന്താണ് അവസ്ഥ? തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഇങ്ങനൊരു ദുഃഖകരമായ സംഭവം ഉണ്ടായത്. അവിടെ തിരുവണ്ണാമല, പ്രസിദ്ധമായ തിരുവണ്ണാമല ക്ഷേത്രത്തിന് സമീപത്തെ 2668 അടി ഉയരമുള്ള ഒരു കുന്ന് മൊത്തമായി അതിൻ്റെ ഒരു ഭാഗം ഇടിയുകയും ആ ഇടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കുടുംബത്തിലുള്ള 7 പേർ അകപ്പെട്ടതായാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. രാജ്കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചേരുന്ന ഒരു ആ കുടുംബമാണ് ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ 7 പേരും മരിച്ചതായാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കൂടാതെ ഈ മരിച്ചവരിൽ 2 കുട്ടികളുമുണ്ട്. ഈ രാജ്കുമാറിൻ്റെ മക്കളാണ് ഈ മരിച്ച കുട്ടികൾ. ഈ കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ ഒരു ഭീഷണി തമിഴ്നാടും പുതുച്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ ഇപ്പോഴും തുടരുന്നുവെന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നത്. കാരണം ഈ ആശങ്ക ഒഴിഞ്ഞു നിൽക്കുമ്പോൾ പോലും ഈ പരിസ്ഥിതി ദുർബല മേഖലയായ ഈ തിരുവണ്ണാമല പോലെയുള്ള ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും വ്യാപകമായ മണ്ണിടിച്ചിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള മഴ ലഭ്യത ഈ ഒരു തിരുവണ്ണാമല മേഖല കേന്ദ്രീകരിച്ച് ലഭിക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിൽ രൂക്ഷമായ കെടുതി ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും അവസാനമായി തമിഴ്നാട്ടിൽ നിന്ന് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. കാരണം തിരുവണ്ണാമല എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അവിടെ പ്രശസ്തമായ ഒരു ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ്. ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഈ ഉരുൾപൊട്ടൽ താഴേക്ക് പതിച്ച് പാറയും മറ്റ് കല്ലുകളുമെല്ലാം താഴേക്ക് പതിക്കുകയും ഈ പാറക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ ഒരു കുടുംബം അകപ്പെടുകയായിരുന്നു. ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ആ ഒരു അപകടം നടക്കുന്ന സമയത്ത് വീടിനുള്ളിലുണ്ടായി. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ 7 അംഗങ്ങൾ അടങ്ങുന്ന കുടുംബം മാത്രമാണ് ഇപ്പോൾ മരണപ്പെട്ടതായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. പക്ഷേ അപകട സ്ഥലത്ത് ഇപ്പോഴും ദുരന്ത നിവാരണ സേന ഇപ്പോഴും ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കാരണം ഈ ഒരു പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. നിരവധി ഭവനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുവാൻ മഴയും കൂടാതെ പ്രതികൂലമായ കാലാവസ്ഥയും ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പങ്കുവയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ബിനു മുരളീധരൻ. യെസ്, വ്യക്തമാണ്. തമിഴ്നാട് തിരുവണ്ണാമലയിലെ VOC നഗർ മേഖലയിൽ വൻ ഉരുൾപൊട്ടൽ. നിരവധി വീടുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ്. 5 കുട്ടികളടക്കം 7 അംഗ കുടുംബം മണ്ണിനടിയിൽ അകപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും PJ അരുൺ നൽകിയത്.